കോയമ്പത്തൂരുള്ള GD കാർ മ്യൂസിയത്തിലാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ 2 ടാഗ് തന്നിട്ടുണ്ട്. അതായത് സയൻസ് മ്യൂസിയവും കാർ മ്യൂസിയവും ഒരുമിച്ചായതുകൊണ്ട് അതിന് ഓരോന്നിനും ഓരോരോ ടാഗ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ കയ്യിൽ കെട്ടിയിട്ടാണ് അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ ടൈമിങ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 9 മണി തൊട്ട് 6 വരെയാണ്. അതുപോലെ തിങ്കളാഴ്ചകളിലും നാഷണൽ ഹോളിഡേയ്സിലൊക്കെ മുടക്കായിരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ കുറേ കുതിരവണ്ടികളുടെ ചിത്രങ്ങളും കുറേ കാറുകളുടെ ചിത്രങ്ങളും കുറേ സംഭവങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, നമ്മുടെ പഴയകാല കാളവണ്ടി കുതിരവണ്ടിയിൽ നിന്ന് കാറുകളിലേക്ക് വന്ന ഒരു പ്രയാണം, ഒരു മാറ്റം എങ്ങനെയാണെന്നുള്ളതും പിന്നീട് ഈ ചക്രം കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ വാഹനങ്ങളിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് 2-3 ചക്രങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കറക്കി നോക്കുകയാണ്. ഇത് പഴയൊരു കാളവണ്ടിയുടെ വലിയൊരു ചക്രമൊക്കെ ഉണ്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ യൂണീക്കായിട്ടുള്ള ഒരു 5 കമ്പനികളുടെ പേരുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് എന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു ഡോക്യുമെൻ്ററി ഒരു TV പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെയും കുറേ എഴുത്തുകൂത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതൊന്നും വായിക്കാൻ നിന്നില്ല. നമുക്ക് കാറുകൾ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെന്ന് കാണുന്നത് ഈ ഒരു വാഹനമാണ്. കാറുകളുടെയൊക്കെ ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബെൻസ് മോട്ടോർ വാഗൺ എന്ന പേരുള്ള ഒരു ട്രൈ കാറാണത്. 1886 ഇത് രൂപകൽപ്പന ചെയ്തത്. 954 cc ആണ് അതിൻ്റെ പവർ വരുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഓരോരോ കാറുകളായിട്ട് ഓരോ വർഷത്തിൻ്റെ ക്രമത്തിലും ഓരോ കമ്പനികളുടെ ക്രമത്തിലും ഓരോരോ കാറുകളായിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതും വളരെ പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കാറുകൾ വരെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഫോർഡിൻ്റെ T റോഡ്സ്റ്റർ എന്ന് പറയുന്നൊരു വാഹനമാണിത്. 1926 ഇത് രൂപകൽപ്പന ചെയ്തത്. ഇതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്ന് കറക്കിയിട്ടാണ്. പണ്ടത്തെ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലത്തെ ഫ്രണ്ടിൽ നിന്ന് കറക്കി സ്റ്റാർട്ട് ചെയ്ത എഞ്ചിനായിരുന്നു. ഇതിന് വരുന്നത് 2 സ്പീഡ് ഗിയറാണ് വരുന്നത് കേട്ടോ. ഫോക്സ് വാഗൻ്റെ ബീറ്റിലാണ്. 1969 ഒരു വാഹനമാണിത്. 1500 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. ഫോക്സ് വാഗൻ്റെ തന്നെ ടൈപ്പ് 3 എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്. 1961 ഒരു മോഡലാണ്. അത് വട്ടം കട്ട് ചെയ്ത് കേക്ക് വട്ടം മുറിച്ച പോലെ ഇരിക്കുകയാണ് കേട്ടോ സാധനം. 1493 cc വരുന്ന ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ കാണുന്നത്. സിട്രോൺ എന്ന് പറയുന്ന ഫേമസ് കമ്പനിയുടെ ഒരു 2CV എന്ന് പറയുന്ന ഒരു വാഹനമാണിത്. 1948 ഇത് രൂപകൽപ്പന ചെയ്തത്. വെറുതെ 375 cc എഞ്ചിനാണ് ഇതിന് വരുന്നത്. പക്ഷേ അന്നത്തെ കാലത്തെ പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനമായിരുന്നു. ഇത് ഫിയറ്റ് നൂവ 500 ആണ്. 1957 വണ്ടിയാണ്. 479 cc ആണ് വരുന്നത്. പക്ഷേ ഇത് റിയർ വീൽ ഡ്രൈവ് ആണ്. മിനി മേഫെയർ ആണ്. 1984 ഒരു മോഡലാണ്. 998 cc ആണ് ഈ വണ്ടിക്ക് വരുന്ന ഒരു എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ ഡോർസ് ഒക്കെ ആയിട്ട് ഇവിടെ ഒരു പുലിക്കുട്ട നിൽക്കുന്നുണ്ട്. അതിൻ്റെ രജിസ്ട്രേഷൻ കണ്ടോ, KL80, നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഗഡിയാണ്. ഇത് ടൊയോട്ട സെറയാണ്. 1991 മോഡലാണ്. അത്ര പഴയതൊന്നുമല്ല. 15,500 എണ്ണം വണ്ടികൾ മാത്രമേ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. വളരെ കുറച്ച് പ്രൊഡക്ഷൻ മാത്രമേ നടന്നിട്ടുള്ളൂ. 1496 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. മസ്ഡ RX-8 ആണ്. 2004 മോഡൽ വണ്ടിയാണ്. 1300 cc ഉള്ളെങ്കിലും ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 235 km/h ആണ്. അതും കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ എഞ്ചിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും അതിൻ്റെ ബ്രാൻഡും കമ്പനിയും എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകും. പിന്നെ നമ്മൾ വാഹനങ്ങൾ കാണാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഏറ്റവും ആദ്യം കാറുകളിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു വാഹനവും അതുപോലത്തെ ഒരു ബ്രാൻഡിൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഏതിലിനെ വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതും കഴിഞ്ഞ് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള വാഹനങ്ങൾ, പഴയകാല വാഹനങ്ങൾ വീണ്ടും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ ഒരു മോട്ടോർ സൈക്കിൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മിസ്റ്റർ ബീൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു വെലോസോലക്സ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. 49 cc ആണ് വരുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിനാണ്. 1988 ഒരു മോഡലാണ്. അതിനോട് ചേർന്ന് തന്നെ സെഗ്വേ PT എന്ന് പറഞ്ഞൊരു സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനമാണ് ഇപ്പോൾ കാണുന്നത്. 1947 ഇറങ്ങിയ മോട്ടോറേറ്റ് എന്ന് പറയുന്ന ഒരു വാഹനമാണിത്. ഇതിൻ്റെ ഫ്രണ്ട് വീലിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള ഹാൻഡിലാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസം. 1950 ഈ വാഹനം നിർത്തലാക്കി, പ്രൊഡക്ഷൻ നിർത്തി. പ്രത്യേകിച്ച് ക്ലച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ആക്സിലേറ്ററും ബ്രേക്കും മാത്രമാണ് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഫിയറ്റ് 600 എന്ന് പറയുന്നൊരു മോഡലാണിത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. 1967 മോഡലാണ്. 633 cc ആണ് ഇതിന് വരുന്നത്. ഫിയറ്റ് 500 ടോപ്പോളിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കി മൗസ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇറ്റാലിയൻ ഭാഷയിൽ. അതിൻ്റെ ഷേപ്പ് കണ്ടോ. 1936 ഒരു മോഡലാണ്. സീട്രോയിൻ്റെ ഡൈനാണ്. 1967 മോഡലാണ്. 425 cc ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാഹനമായിട്ട് തോന്നി. പൈജോൻ്റെ 403 എന്ന് പറയുന്നൊരു മോഡലാണ്. 1955 മോഡലാണ് കേട്ടോ. ശരിക്കും 1468 cc എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. സംഭവം ഒരു അടിപൊളി ബ്രാൻഡാണ്. അതുപോലെ തന്നെ പേജോ 203 ഉണ്ട്. 1948 മോഡലാണ്. 1290 cc ആണ് ഈ വാഹനത്തിന് വരുന്നത്. നല്ലൊരു അടിപൊളി ഷേപ്പാണ് കേട്ടോ.
സിട്രോയിൻ XM ആണ്. 1999 മോഡലാണ്. 1998 CC ആണ് വരുന്നത്. 8 സിലിണ്ടറാണ് ഈ വാഹനത്തിനുള്ളത് കേട്ടോ. അമ്മാതിരി പെർഫോമൻസുള്ളൊരു വാഹനമാണ്. പേജോ 604 ആണ്. 1975 മോഡലാണ്. 2664 CC എഞ്ചിനുണ്ട്. 6 സിലിണ്ടറാണ് വരുന്നത്. ഇനി ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 182 km/h ആണ്. അടിപൊളി കാണാനും ലുക്കാണ്. ഇത് പേജോ 504 ആണ്. 1968 മോഡലാണ്. 1796 CC ആണ് വരുന്നത്. ഇതും ഏകദേശം ഒരേ കാണാനൊക്കെ ലുക്ക് വൈസ് എല്ലാം ഒരുപോലത്തൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ പെർഫോമൻസും മാനുഫാക്ചറിങ്ങും ഇയറൊക്കെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഫോക്സ്വാഗൻ്റെ ന്യൂ ബീറ്റിലാണ്. 2010 മോഡലാണ്. നമ്മൾ പലരും ചിലപ്പോൾ ഈ വാഹനം നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അമ്മാതിരി പുതിയൊരു വാഹനമാണ്. 1984 CC ആണ് എഞ്ചിൻ കപ്പാസിറ്റി. ഫോക്സ്വാഗൻ തന്നെ VW കോംബിയാണ്. നമ്മൾ പലരും പല സിനിമകളിലൊക്കെ ഈ വാഹനം കണ്ടിട്ടുണ്ടാവും. പല വിൻറ്റേജ് വാഹനങ്ങളുടെ കൂട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 1972 മോഡലാണ്. സംഭവം കാണാനും ലുക്കാണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ഒരു TV-യിൽ 2 സ്കൂട്ടറുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടോ. സംഭവം ഒരു വെറൈറ്റി വാഹനമല്ലേ. അപ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമല്ല, BMW-ൻ്റെ C1 എന്ന് പറയുന്ന ഒരു എൻക്ലോസ്ഡ് സ്കൂട്ടറാണിത്. അതിൻ്റെ ഡിസ്പ്ലേ ഇവിടെ ചെയ്തിട്ടുണ്ട്. 2000 മോഡലാണ്. 124 CC വരുന്ന ഒരു എഞ്ചിൻ കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു എൻക്ലോസ്ഡ് സ്കൂട്ടറാണ് ഈ കാണുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് ഒരു വെടിക്കെട്ട് ആയിട്ടിരിക്കുന്നു കേട്ടോ. സിറ്റി EL, അതായത് ഒരു സിംഗിൾ സീറ്ററാണ്. ടോപ്പ് ഓപ്പണിംഗ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ്. അതുപോലെ 3 ടയറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മറിഞ്ഞു വീഴുമെന്നുള്ള പേടി സംഭവങ്ങളൊന്നും വേണ്ട. സംഭവം വെറൈറ്റി ഒരു സാധനമാണ്. GD കാർ മ്യൂസിയത്തിൻ്റെ സ്ഥാപകനായ GD നായിഡുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന ഒരു വാഹനമാണ് കേട്ടോ. മെഴ്സിഡീസ് ബെൻസിൻ്റെ 170S എന്ന് പറയുന്നൊരു മോഡലാണ്. 1949 മോഡലാണ്. 1767 CC ആണ് വരുന്നത്. അതിൻ്റെ ഒരു രാജകീയ പ്രൗഢി നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നായിഡു സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹനമായിട്ടത് മാറിയത്. മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെ W115 എന്ന് പറയുന്നൊരു മോഡലാണ്. 1976 മോഡലാണ്. 2300 CC എഞ്ചിൻ കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിന് വരുന്നത്. നല്ല അടിപൊളി ഐറ്റമാണ്. ഇവിടെ ഒരു ബെൻസ് കാറിൻ്റെ റൂഫ് മടക്കി കൂട്ടി പുറകിലേക്ക് വെക്കുന്ന ഒരു വിഷ്വൽ ഇവിടെ TV-യിൽ പ്ലേ ചെയ്യുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, അതേ സെയിം കാർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെ SLK 230 എന്ന് പറയുന്നൊരു മോഡലാണ്. 1999 ഒരു മോഡലാണ്. അത് റൂഫ് തുറന്ന മോഡലാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 2295 CC ആണ് വരുന്നത്. KL11 ആണ് രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കോഴിക്കോടത്തെ വണ്ടിയാണ്. അപ്പോൾ സംഭവം ഒരു കാണാനും നല്ല ലുക്കുള്ള ഒരു ഷോ പീസാണെന്ന് തന്നെ പറയാം. അതിൻ്റെ കളറും അതിന് ഒത്തതാണ്. സ്മാർട്ട് 42 എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാനോ കാറൊക്കെ പോലത്തെ ഒരു സാധനമാണ്. 1998 ഇറങ്ങിയൊരു മോഡലാണ്. 600 CC എഞ്ചിനാണ് വരുന്നത്. സംഭവം കൊള്ളാം. ട്രബാൻഡ് P601 എന്ന് പറയുന്നൊരു മോഡലാണ്. 1969 ഇറങ്ങിയൊരു മോഡലാണ് കേട്ടോ. 594 CC ആണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ്. പോർഷെ ബോക്സ്റ്റർ 986 എന്ന് പറയുന്ന ഒരു പോർഷയുടെ കിടിലൻ ഒരു ഐറ്റം ഇവിടെ ഇരിക്കാണ്ട്. 2000 ഇറങ്ങിയ മോഡലാണ്. 3200 CC ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. ലുക്ക് വൈസ് ഒന്നും പറയാനില്ല, അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. സംഭവം ശരിക്കും കാണേണ്ട ഒരു വണ്ടി തന്നെയാണ്. BMW-ൻ്റെ ഒരു 5 സീരീസ് അവിടെ ഇരിക്കുന്നുണ്ട്. 1981 ഒരു മോഡലാണ്. 2788 CC ആണ് വരുന്നത്. 6 സിലിണ്ടറാണ്. ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 215 km/h ആണ് കേട്ടോ. അത്രയും പെർഫോമൻസ് ഉള്ളൊരു സാധനമാണ്. ഹൻസ 1100. അതിൻ്റെ ഒരു മോഡലിൻ്റെ ലുക്ക് കണ്ടോ. 1937 മോഡലാണ്. 20,000 പീസേ ആകെ ഇറങ്ങിയിട്ടുള്ളൂ. 1093 CC ആണ് വരുന്നത്. BMW 700 ആണ്. 697 CC വരുന്നൊരു 2 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അത്ര പവർ അത്യാവശ്യം കുറച്ച് കുറഞ്ഞ വണ്ടിയാണ്. പക്ഷേ പഴയൊരു മോഡലാണ്. 1961 മോഡലാണ്. മൈസ്റ്റർ ക്ലാസ് എന്ന് പറയുന്നൊരു വണ്ടിയാണ് DKWൻ്റെ. 1938 മോഡലാണ്. 692 CC ആണ് വരുന്നത്. ലോയിഡ് 250 ആണ്. അതായത് 250 CC വരുന്നൊരു എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണ്. 1957 മോഡലാണ്. ആകെ ഒരു 3768 വാഹനങ്ങൾ മാത്രമേ, അത്ര എണ്ണം മാത്രമേ ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളൂ. ഗോമൊബൈലിൻ്റെ T250 എന്ന് പറയുന്നൊരു മൈക്രോ കാറാണ്. 1957 ഇറങ്ങിയ മോഡലാണ്. 247 CC മാത്രമേ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നുള്ളൂ. ഹെനിക്കൽ ക്യാബിൻ എന്ന് പറയുന്നൊരു മോഡലാണ്. പിന്നീട് അത് ട്രോജൻ 200 ആയി. ഫ്രണ്ട് ഓപ്പൺ ആണ് ഡോറ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ കൂടിയാണ് ഡോർ വരുന്നത്. 1963 ഇറങ്ങിയ ഒരു മോഡലാണ്. ആകെ 500-600 എണ്ണം മാത്രമേ ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളൂ. വെറും 95 CC എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത്രയും കപ്പാസിറ്റി കുറവാണ്. BMW ഇസ്റ്റാ 250 ആണ്. അതായത് 1955 ഇറങ്ങിയൊരു മോഡലാണ്. 247 CC എഞ്ചിനാണ് വരുന്നത്. അതും ഫ്രണ്ട് ഡോർ ഓപ്പണിംഗ് ആണ് കേട്ടോ. 3 വീലാണ് ആകെ വരുന്നത്. മെസ്സർഷ്മിറ്റ് KR 200 എന്ന് പറയുന്നൊരു മോഡലാണ്. 1961 സംഭവമാണ്. 2 സീറ്ററാണ്. അതുപോലെ തന്നെ 3 ടയറാണ് വരുന്നത്. ഒരു പ്രത്യേക ഷേപ്പാണ് കേട്ടോ. ശരിക്കും നമ്മുടെ തിമ്മിങ്കല സ്രാവിനെയൊക്കെ പോലത്തെ ഒരു ഷേപ്പാണ്. സ്കൂട്ട കാർ എന്ന് പറയുന്ന 1971 ഒരു മോഡലാണ്. 175 CC എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ സിലിണ്ടറാണ്.
നേരത്തെ കണ്ടതുപോലെ തന്നെ 3 ടയറാണ് വരുന്നത്. പക്ഷേ നല്ല ഫിനിഷിങ്, നല്ല ഭംഗിയൊക്കെയുള്ളൊരു ഇടിവെട്ട ഐറ്റം ഉണ്ട് സംഭവം കൊള്ളാം. അപ്പോൾ 3 ടയറിൻ്റെ കുറേ വാഹനങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. റോൾസ് റോയ്സിൻ്റെ സിൽവർ ഷാഡോ എന്ന് പറയുന്നൊരു മോഡലാണ്. 1976 മോഡലാണ്. 6750 cc എഞ്ചിനാണ് വരുന്നത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ 16,717 എണ്ണം മാത്രമേ ഈ വാഹനം ഇറങ്ങിയിട്ടുള്ളൂ. GD കാർ മ്യൂസിയത്തിൽ ഇനിയും ഒരുപാട് വെടിക്കെട്ട് ഐറ്റംസ് നിങ്ങളെ കാണിക്കാനുണ്ട്. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിപ്പോകും എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അടുത്തൊരു പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് പുറകെ തന്നെ ആ വീഡിയോയും കൂടി നമ്മൾ യൂട്യൂബിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആഡ് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ തീർച്ചയായും രണ്ടാമത്തെ പാർട്ട് കൂടി കണ്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അതായത് കാറിനെയും വാഹനങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.